നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. ആഴ്ചവട്ടത്തിന് ശേഷം വീണ്ടും ഒരു കൂടിച്ചേരൽ. കണ്ടിട്ടും കേട്ടിട്ടും മതി വരാത്ത വിഭവങ്ങളുമായി ജീസസ് കിഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരം പോക്കുകൾ നേരിന്റെ നേർക്കാഴ്ചയുമായി നേർരേഖ പോലെ നിവരുന്ന സമയം. ചിരികളിൽ നിന്ന് ചിന്തകളും, ചിന്തകളിൽ നിന്ന് നല്ല ബോധ്യങ്ങളും ചിത്രീകരിക്കുന്ന സമയം. എന്റെ അമ്മോ, ഞാൻ അല്പം കാവ്യാത്മകമായി പറഞ്ഞെന്ന് കരുതി ബില്ലിനിങ്ങനെ വലിച്ചു നീട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ബ്ലസ് ചേച്ചി ഇങ്ങനെ പ്രേക്ഷകരെ കത്തി വെക്കുമ്പോ ഞാനൊരു സൂചി കൊണ്ടെങ്കിലും കുത്തണ്ടേ? പക്ഷെ ഞാൻ പറഞ്ഞതിൽ അല്പം പ്രാസഭംഗിയെങ്കിലും ഉണ്ടായിരുന്നു. ബ്ലസ് ചേച്ചിയുടെ വിശ്വാസം ബ്ലസ് ചേച്ചിയെ രക്ഷിക്കട്ടെ എന്ന് വെച്ചാ ഞാൻ പറഞ്ഞത് അത് ബോറായിരുന്നോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പറ. അല്പം ബോറായിരുന്നു. ബിലിൻ അധികം ചമ്മണ്ട, നമുക്ക് കൂട്ടുകാരുടെ അടുത്തേക്ക് പോകാം. കാട്ടിലെ കൂട്ടുകാർ. അല്ല, ഇതെന്താണ് പീലിമൂട്ട് ഒരുമിച്ച്? ഞങ്ങൾ വന്നതേ പെരുന്നാളിനെ കുറിച്ച് സംസാരിക്കാനാ. ഓ, നമ്മുടെ പെരുന്നാൾ അതിന് അടുത്ത മാസല്ലേ? ഓ, അടുത്ത മാസം എന്ന് പറയുന്നതൊക്കെ ഇപ്പൊ തീരും. എങ്കിൽ പിന്നെ പെരുന്നാൾ നമുക്ക് അടിപൊളിയാണ്. പിന്നില്ലാതെ കഴിഞ്ഞ വർഷം എനിക്ക് പങ്കെടുക്കാൻ അതിന്റെ കഴിഞ്ഞില്ല. കുറവ് നമുക്ക് ഇപ്രാവശ്യം നേരത്തെ കളയാം. നാടകം, വെടിക്കെട്ട്, പ്രദക്ഷിണം, എന്ത് രസമായിരിക്കും. ഓർക്കുമ്പോ തന്നെ ഉണ്ടല്ലോ എന്റെ മനസ്സങ്ങട് നിറയാണ്. ആഘോഷമായ പാട്ടുകുർബാനയാ എനിക്ക് ഏറ്റവും ഇഷ്ടം. അല്ല, അതൊക്കെ പോട്ടെ, ഇന്ന് നമ്മുടെ കപിലിനെ കണ്ടില്ലല്ലോ. എവിടെ പോയി ആവോ? അവൻ എന്തെങ്കിലും തട്ടിപ്പുമായിട്ട് എവിടെയെങ്കിലൊക്കെ കറങ്ങി നടക്കണുണ്ടാവും. നിങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നല്ലോ, എന്നിട്ട് ഇങ്ങനെയാണോ പറയുന്നത്? കൂട്ടുകാരൊക്കെ ആയിരുന്നു, പക്ഷില്ല ചില സമയങ്ങള് കപിൽ മഹാപശക. ഗംഭീർ അവന്റെ കൂടെ കൂടിയപ്പം ഞങ്ങൾ കുറെ ഉപദേശിച്ചതല്ലേ. ആ ഉപദേശല്ലേ കപിലുമായിട്ടുള്ള കൂട്ടുകെട്ട് ഞാൻ ഉപേക്ഷിക്കാൻ കാരണം. അതേതായാലും നന്നായി. അല്ലെങ്കിൽ ഗംഭീർ ഇപ്പൊ കപിലിന്റെ കൂടെ എന്തെങ്കിലും തട്ടിപ്പ് നടത്തി അടി മേടിക്കേണ്ടി വന്നേനെ. ശരിയാ. ചെയ്യുന്നതിലെ തെറ്റും ശരിയും ഞാൻ മനസ്സിലാക്കി, അതുകൊണ്ട് ഞാൻ തട്ടിപ്പ് മതിയാക്കിയത്. ശാസനം ആദരിക്കുന്നവൻ ബഹുമാനിക്കപ്പെടുന്നു എന്ന സുഭാഷിത വചനം അനുസരിക്കുവാൻ ഗംഭീർ തയ്യാറായി. അപ്പറഞ്ഞത് 100% ശരിയാണ് കേട്ടോ. കപിൽ വന്നു കേട്ടോ. ഏയ് കപിൽ, എല്ലാവരും ഉണ്ടല്ലോ, എന്താ പരിപാടി? ഒന്നുമില്ല, ഞങ്ങൾ വെറുതെ ഇവിടെ വന്നിരുന്നേ ഉള്ളൂ. ഓഹോ, ഞാൻ വിചാരിച്ചു വല്ല ചർച്ചയുമായിരിക്കുമെന്ന്. ചെറിയൊരു ചർച്ച എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് വിഷയം? നമ്മുടെ പള്ളിയിൽ പെരുന്നാളല്ലേ അടുത്ത മാസം, അതിനെ കുറിച്ചാ ഞങ്ങൾ പറയുന്നത്. പെരുന്നാളിന് എന്തൊക്കെ അടിച്ചു മാറ്റാമെന്നായിരിക്കും ചർച്ച. അത് നിന്റെ സ്വഭാവം, ഞങ്ങളുടെ അല്ല കേട്ടാ. ഓ പിന്നെ, കുറെ നാള് നീയും എന്റെ കൂടെ ഉണ്ടായിരുന്നതല്ലേ? അത് പഴയ കാലം, ഓൾഡ് സ്റ്റോറി. അത്രയ്ക്ക് വഴക്കൊന്നും ആയിട്ടില്ല കേട്ടോ. ഓ നിർത്ത്, നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഴക്കാകണ്ട. ഇപ്പോൾ ആ തട്ടിപ്പ് സ്വഭാവം ഗംഭീർ ഉപേക്ഷിച്ചില്ലേ, അതൊരു നല്ല കാര്യമാ. പാപി പാപത്തിൽ കഴിയുന്നതിലല്ല, അതിൽ നിന്ന് പിന്തിരിഞ്ഞ് നന്മ ചെയ്യുന്നതിലാണ് സ്വർഗം സന്തോഷിക്കുന്നത് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? വീണ്ടും പഴയ കാലത്തെ കുറിച്ച് പറയുമ്പോ എനിക്ക് വിഷമാ, അതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെ. സാരമില്ല, നമ്മൾ നല്ലൊരു കാര്യത്തെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്. പഴയതെല്ലാം കടന്നുപോയി, ഇനി ഗംഭീർ പുതിയൊരു വ്യക്തിയാ.
അതുകൊണ്ട് ഇനി പഴയതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. നല്ലത് ചിന്തിക്കുമ്പോൾ നന്മയാൽ നാം നിറയപ്പെടും. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. കളിയാക്കണ്ട കേട്ടാ, ചിരി ആ, നിർത്തിക്കോ. പള്ളിപ്പെരുന്നാളിനെ കുറിച്ചല്ലേ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. പള്ളിയും പരിസരവും വൃത്തിയായി ഡെക്കറേറ്റ് ചെയ്യണം. അത് ശരിയാ. ഞാൻ അധികം ദിവസമില്ല, ഒരു മാസം പെട്ടെന്ന് ഇങ്ങോട്ട് കഴിയും. നമുക്ക് ഉത്സാഹത്തോടെ തുടങ്ങാം. എന്താ? എങ്കിൽ നമുക്ക് വികാരിയച്ഛനോട് ചോദിച്ച് തോരണത്തിന്റെ പണി തുടങ്ങാം. നമുക്കേ വമ്പൻ സാറിന്റെ പറമ്പിൽ വെച്ച് തോരൻ ഉണ്ടാക്കിയിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോവാം. എന്താ മോട്ടുവിന്റെ അഭിപ്രായം? ആയിക്കോട്ടെ, എനിക്ക് സമ്മതം. എങ്കിൽ പറ, ഏത് ദിവസമാ നമ്മൾ ചെയ്യാ? ഒത്തിരി വൈകണ്ടാട്ടാ, അവസാനാകുമ്പോ ഒത്തിരി പണിയാവും. എങ്കിൽ അടുത്ത ഞായറാഴ്ച ആയാലോ? അത് നമുക്ക് അച്ഛനോടൊന്ന് പറഞ്ഞു നോക്കാം. ഒരു അച്ഛനും കപ്പിയാരും. എന്താ കപിൽ, ഒരു സന്തോഷമില്ലാത്ത പോലെ? നീ ഉണ്ടാവില്ലേ? നോക്കാം, പണിയൊന്നും ഇല്ലെങ്കിൽ. പണി വല്ല ഉഡായിപ്പായിരിക്കും. കണ്ടോ, ഞാൻ വരണമെങ്കിൽ ആദ്യം ഇവൻ മര്യാദയാകണം. ചുമ്മാ എപ്പോഴും ഒരു കോഡ് ഭാഷയുമായി. ഗംഭീർ, നീ വിഷമിക്കണ്ട. ഗംഭീറിനെ മര്യാദയ്ക്ക് നിർത്തുന്ന കാര്യം ഞാൻ ഏറ്റു. ഞാൻ വന്നാ തന്നെ എങ്ങനെ ഇവനെ സഹിക്കും? നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വഴക്കുണ്ടാക്കാതെ ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോഴെങ്കിലും മര്യാദയ്ക്ക് നിന്നു. ഓരോരുത്തരുമാര് വന്നോളും ഓരോ പ്രശ്നങ്ങളുമായി. വന്നിരിക്കണം ഒരു പള്ളി കമ്മിറ്റിക്കാര്. ഈ ഗംഭീറിന്റെ ഒരു കാര്യം. എന്തിനാ ഗംഭീർ ഓരോന്നും പറഞ്ഞ് ആ കപിലിനെ നീ ചൂടാക്കുന്നത്? കപിലിനത് ആവശ്യമാണ്. അവന് വേണ്ടത് അപ്പപ്പ കൊടുക്കണം, എന്നാലേ അവൻ നേരെയാവൂ. അതൊക്കെ പോട്ടെ, നമ്മൾ എന്തായാലും കൃത്യസമയത്ത് എല്ലാവരും എത്തണം. ഓക്കെ, ശരി. ഓക്കെ, ശരി ശരി, എന്നാ അപ്പൊ കാണാം. പശി എടുത്ത് കുറുക്കി നന്നായി ചരടുമേൽ തേക്കണം കേട്ടോ. ചരട് ഞാൻ നിർത്തിക്കൊണ്ടിരിക്കണേ. അരങ്ങ് ശരിക്കും ഒട്ടത്തില്ല. ഈ തലയൊന്ന് പിടിച്ചേ. ചരട് മതിയാവുമോ ആവോ? ഈ സിൽവർ പേപ്പർ കൊണ്ട് തോരനുണ്ടാക്കിയ പ്രത്യേക ഭംഗിയാണ് ഈ കേട്ടോ. സിൽവർ പേപ്പറിന്റെ തോരണം പള്ളിക്കകത്താകാം. അത് ശരിയാ. പതുക്കെ പതുക്കെ. ആ കപിൽ പറ്റിച്ചു. അവൻ വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ. കപിൽ വരുമായിരിക്കും, ഇനിയും സമയമുണ്ടല്ലോ. ദേ, നിങ്ങൾ ജോലി ചെയ്യേ, മറ്റുള്ളവരെ കാത്ത് നമ്മുടെ സമയം കളയണ്ട. ഞാൻ പോയി നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം കേട്ടോ. അതൊരു നല്ല കാര്യമാ വമ്പു സാറേ. പിന്നെ കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരണം കേട്ടോ. കപിലല്ലേ അത്? കണ്ടില്ല അവന്റെ ഒരു അഹങ്കാരം. ഗംഭീർ, പ്ലീസ് ഒന്നും മിണ്ടാതിരി. കപിൽ, എന്താ വൈകിയത്? ഒന്നുമില്ല പീലി. പിന്നെ കപിൽ, ഇതൊക്കെ ഒന്ന് ഒട്ടിക്കാൻ കൂടെ വേഗം. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കൂടാ. ഇവനക്ക് എന്ന് നന്നാവാനാ? എന്നാരും നന്നാക്കാൻ നോക്കണ്ട കേട്ടോ. അതിപ്പോ ഇനി ശ്രമിച്ചിട്ട് കാര്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കോർക്കാതെ കപിലെ ആ തോരണം ഒട്ടിക്കാനൊന്ന് സഹായിക്കേ. ശരി. ഇത് തീർന്നിട്ട് വേണം പള്ളിയിൽ കൊണ്ടുപോയി കെട്ടാൻ. പള്ളിയിലേക്കൊന്നും ഞാനില്ല. അതെന്താ? എനിക്കൊരു സുഖം തോന്നുന്നില്ല. ഞാനേ ഒട്ടിക്കാനൊക്കെ കൂടാ. എന്താ കപിലെ, നീ പള്ളിയിൽ വരുന്നില്ലെന്ന് പറഞ്ഞു? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് താല്പര്യമില്ല. പിന്നെ എന്താ നിനക്ക് താല്പര്യം? പള്ളിയിലെ തോരണമൊക്കെ നിങ്ങൾ അങ്ങ് ഒട്ടിച്ചാ മതി. എനിക്ക് നല്ല ബിസിയാ. അപ്പോ കപില് പെരുന്നാളിന് വരുന്നില്ലേ? പെരുന്നാളിന് പള്ളിയിൽ പോകണമെന്ന് എന്താ അത്ര നിർബന്ധം? ആഘോഷങ്ങളിൽ പങ്കെടുത്താ പോരെ. ഒരു വിവാഹത്തിന് പോയിട്ട് സദ്യ ഉണ്ണാതെ കപിൽ പോരുമോ? അതുപോലെ പെരുന്നാളിന്റെ ഏറ്റവും പ്രധാന ഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയല്ലേ? അതിന് പങ്കെടുക്കാതെ എന്ത് പെരുന്നാൾ? എനിക്ക് അതിനൊന്നും നേരമില്ല. വന്നിരിക്കണു കുറെ പെരുന്നാൾ കമ്മിറ്റിക്കാര്. ഇവനൊക്കെ എവിടെന്ന് രക്ഷപ്പെടാനാ? ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല. അവൻ പോട്ടെ. തമ്പുരാനെ തള്ളിപ്പറഞ്ഞ കപിലിന് മാനസാന്തരം ഉണ്ടാകാൻ ഈ പെരുന്നാളിന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം.
ചക്ക് ബുക്ക് ചക്കറയിലെ തടുക്കടി പാടുക്ക് ചെറുതയിലെ അച്ചക്ക് ബുക്ക് ചക്കറയിലെ അടി നോക്കി ഞാൻ അടിച്ചൂലേ ചക്ക് ബുക്ക് ചക്കറയിലെ അടി നടിച്ചിട്ട് ഞാൻ അടിച്ചിട്ടയിലെ ചക്ക് ബുക്ക് ചക്കറയിലെ അടി നോക്കി ഞാൻ അടിച്ചൂലേ. എല്ലാരും പള്ളിയിൽ പോയതുകൊണ്ട് സ്വന്തമായി പാട്ട് കേൾക്കാൻ പറ്റി. ഓ പൈനാപ്പിൾ പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചിട്ട് എത്ര കാലമായി. എന്തായാലും ഒന്ന് കുടിച്ചു കളയാം. പൈനാപ്പിൾ 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 പോലൊരു ജ്യൂസ്, പൈനാപ്പിൾ പോലൊരു ജ്യൂസ്. മാമ്പഴക്കൂട്ടത്തിൽ പൈനാപ്പിളാണ് നീ, പൈനാപ്പിൾ കൊണ്ടൊരു പൈനാപ്പിൾ ജ്യൂസ്. അവ പൈനാപ്പിൾ അവര് പൈനാപ്പിൾ. കത്തി എവിടെ? വരൂ. ഓ എന്തൊരു മൂർച്ച. ഓഹോ കറുപ്പിനഴക്, ഓ വെളുപ്പിനഴക്, ഓ കറുപ്പിനഴക് കറുപ്പിനഴക്. Din ta ta din din ta ta din ta ta din din ta ta
ശരീരം വേദനിക്കുന്നല്ലോ. അയ്യോ അയ്യോ, ആരെങ്കിലും ഓടി വായോ. അയ്യോ, എനിക്ക് ഷോക്ക് അടിച്ചേ, ഞാനിപ്പ മരിച്ചു പോവും. അയ്യോ, ആരെങ്കിലും ഓടി വായോ. അയ്യോ, എന്റെ കരച്ചിൽ കേട്ട് ആരും വന്നില്ലല്ലോ. ഓ, എല്ലാവരും പള്ളിയിൽ പോയിരിക്കല്ലേ. ഞാൻ പോയിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരുമായിരുന്നു. ദൈവമേ, തിരുനാളുകൾ ദേവാലയങ്ങളിൽ പ്രാർത്ഥനാപൂർവ്വം ആഘോഷിക്കണമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഞാനിതാ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. ദൈവമേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ തിരുനാൾ എല്ലാവരും ഭക്താദരപൂർവ്വം ആഘോഷിക്കുമ്പോൾ ഞാനിതാ പള്ളിയിൽ കയറാതെ. ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ. ഇത്ര വലിയ പാപിയായിട്ടും എന്റെ ജീവനെ നീ പാലിച്ചല്ലോ. നീ ഇത്രമാത്രം എന്നെ സ്നേഹിച്ചല്ലോ. ദൈവമേ നന്ദി, ദൈവമേ നന്ദി. മനസ്സ് നന്മയിൽ ഉറപ്പിച്ചു നിർത്തുമ്പോൾ നമുക്ക് നല്ലത് പറയാനും പ്രവർത്തിക്കാനും കഴിയും. നന്മ നിറഞ്ഞ കഥയുടെ കാഴ്ചകൾ നമ്മളെ അതിന് സഹായിക്കും. കാഴ്ചകൾ പലതും നമ്മുടെ വിരൽ തുമ്പിലൂടെ വിരിയിക്കാറായി. കരവിരുതും ഭാവനയും ഒത്തൊരുങ്ങുന്ന സ്വപ്നാന്റിയുടെ ലോകത്തേക്ക് നമുക്ക് പോകാം. മാണിക്യച്ചെപ്പ്. മാണിക്യച്ചെപ്പിലേക്ക് സ്വാഗതം. നമ്മുടെ മനസ്സിന് സമാധാനം തരുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് കൊന്ത ചൊല്ലൽ. മാതാവിനോടുള്ള ഭക്തിയുടെ പ്രതീകമാണ് ഈ കൊന്ത. ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത് ഒരു കൊന്തയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുത്ത്, ത്രെഡ്. ഇത് ഒരു സിൽവർ ത്രെഡാണ്. നമ്മൾ ഡെയിലി യൂസിന് ഉപയോഗിക്കുന്ന കൊന്തയാണെങ്കിൽ നമ്മൾ നൈലോൺ ത്രെഡേ ഉപയോഗിക്കാം. പക്ഷേ ആൻറ്റി ഒരു ഡെക്കറേറ്റീവ് പീസായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആൻറ്റി സിൽവർ ത്രെഡ് ഉപയോഗിക്കുന്നു. പിന്നെ വേണ്ടുന്ന കുരിശ്, പിന്നെ ഒരു സിസർ. സാധാരണ കൊന്ത നൈലോൺ ത്രെഡിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സിൽവർ ത്രെഡാണ്. ഇത് നമ്മൾ ഇച്ചിരി കൂടെ വലിപ്പം കൂട്ടിയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ത്രെഡ് നമ്മുടെ കൊന്തയ്ക്ക് ആവശ്യമുള്ള രീതിയിൽ മുറിച്ചെടുക്കും. ആൻറ്റി നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഈ ത്രെഡ് മുറിച്ചെടുത്തു. ഇനി ഇതിലേക്ക് നമ്മുടെ കുരിശ് നമ്മൾ ഈ ത്രെഡുമായിട്ട് യോജിപ്പിക്കണം. കയറ്റി നമ്മൾ ഈ ത്രെഡിൻ്റെ അടിയിൽ കൂടെ കയറ്റി 2 ചുറ്റ് ചുറ്റണം. ചുറ്റിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഈ ത്രെഡിനെ ഇറക്കണം. ബാക്കി വരുന്നത് കട്ട് ചെയ്ത് കളയാം. ഇത് നമ്മൾ ഇങ്ങനെ വരുന്നത് ചെറുതായിട്ടൊന്ന് ഉരുക്കുന്നത് നല്ലതാണ്. ഉരുക്കി കഴിഞ്ഞാൽ അത് പോകാതിരുന്നുള്ളൂ. ഇനി നമ്മൾ ആദ്യത്തെ മുത്ത് കോർക്കാൻ പോവുകയാണ്. ആ മുത്ത് കോർക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു കെട്ടിടണം. അതിന് നമ്മൾ ഈ വിരലിൽ അളവിൽ നമ്മളിങ്ങനെ പിടിച്ചു. അതിലൂടെ അതിൻ്റെ അകത്തൂടെ നമ്മൾ ഈ ത്രെഡിനെ ഇറക്കി. ഇനി നമ്മൾ ഇതിനെ പതിയെ കെട്ടിടുകയാണ്. കെട്ടിട്ടു. ഇനി നമുക്ക് ഒരു മുത്ത് കോർക്കണം. ഈ മുത്ത് കോർത്ത് കഴിഞ്ഞു ഒന്നും കൂടെ അതുപോലെ തന്നെ കെട്ടിയിടണം. അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കെട്ടിയിടുന്നത്. അപ്പം
കോർത്തു. ഇനി നമ്മൾ കൊന്തയുടെ നിയമപ്രകാരം മുത്തുകൾ കോർക്കാൻ പോവുകയാണ്. നമ്മൾ ഇത്രയും ഇതിൽ വിട്ട് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ കെട്ടുന്നു. അടുത്ത മുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടിയാണ്. കെട്ടിട്ടു മുത്ത് കോർക്കുന്നു. ഇനിയും കെട്ടിടുക. ഒരു കെട്ട് മതി. മുത്ത് കോർക്കാം. ഇതുപോലെ തന്നെ 3 എണ്ണം ചെയ്യണം. ഇനി അതുപോലെ തന്നെ ഈ ഗ്യാപ്പ് പോലെ തന്നെ ഇവിടെയും കൊടുക്കുക. എന്നിട്ട് കെട്ടിടുക. 2 കെട്ട് വേണം. ഇപ്പോൾ കൊന്തയുടെ പകുതി ഭാഗം കഴിഞ്ഞു. ഓരോ മുത്തും കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ കെട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഓരോ മുത്തും കൊടുത്ത് 5 രഹസ്യം പൂർത്തിയാക്കും. ഇപ്പോൾ നമ്മൾ ഈ 5 രഹസ്യവും പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനെ യോജിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ മുത്തിൻ്റെ അടുത്താണ് ഈ കൊന്ത യോജിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും തന്നെ ഗ്യാപ്പ് ഇട്ട് വേണം യോജിപ്പിക്കാൻ. സെൻറ്റർ പോയിന്റ് നോക്കണം. അത് കഴിഞ്ഞിട്ട് പിടിച്ചിട്ട് ഇത് തമ്മിൽ യോജിപ്പിക്കും. അത് ഇതുപോലെ തന്നെ 2 പ്രാവശ്യം നമ്മൾ ചുറ്റിയിട്ട് അതിൻ്റെ അകത്തൂടെ നമ്മൾ കയറ്റി ഇറക്കും. ഇപ്പോൾ നമ്മുടെ കൊന്ത പൂർത്തിയായി. ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ നമുക്ക് കൊന്തയില്ല, മാതാവിൽ ആശ്രയിക്കാം. വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ എന്തൊക്കെയാണ് ജീസസ് കിഡ്സിലൂടെ പ്രതീക്ഷിക്കുന്നതെന്ന് ഞങ്ങൾക്ക് എഴുതുക. വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. പരീക്ഷകളിൽ നല്ല മാർക്കുകൾ ആശംസിച്ചുകൊണ്ട്, പരീക്ഷണങ്ങളിൽ വിജയങ്ങൾ നേർന്നുകൊണ്ട്, ബൈ ബൈ.